നമസ്കാരം. കേരള മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ഹൈക്കമാൻഡിനെ വിയോജിപ്പ് അറിയിച്ചിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നും അച്ചടക്കം പാലിച്ചിട്ടും അവഗണന എന്നാണ് ചെന്നിത്തലയുടെ പ്രതികരണം. നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരില്ല എന്ന തന്റെ നയവും വ്യക്തമാക്കിയിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലിനും വി.ഡി. സതീശനുമൊപ്പം കേരള മുഖ്യമന്ത്രി പദവിയിലേക്ക് അവസാന നിമിഷം വരെ പരിഗണിക്കപ്പെട്ട നേതാവാണ് രമേശ് ചെന്നിത്തല. ഒടുവിൽ 11 ദിവസത്തെ അനിശ്ചിതത്വത്തിന് വിരാമമിട്ടാണ് വി.ഡി. സതീശനെ കേരള മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചത്. അതേസമയം വഴുതക്കാട്ടെ വീട്ടിൽ നിന്നും രമേശ് ചെന്നിത്തല പുറത്തേക്ക് പോയതായി വിവരം പുറത്തുവരുന്നുണ്ട്. മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുമായുള്ള സംഭാഷണത്തിലും തന്റെ വിയോജിപ്പ് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും സന്തോഷത്തോടെ അനുസരിക്കും എന്ന് വ്യക്തമാക്കിയ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്റെ നിലപാട് അതാണ് എന്ന് വ്യക്തമാക്കിയിരുന്ന ചെന്നിത്തല അവസാനം പ്രതിഷേധ സ്വരം ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ നിരാശയെന്ന് ഹരിപ്പാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരും പ്രതികരിച്ചു. അവസാന തീരുമാനം രമേശ് ചെന്നിത്തലയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും അർഹതപ്പെട്ട അംഗീകാരം ലഭിച്ചില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം. സോഷ്യൽ മീഡിയയിൽ കെ.സി. വേണുഗോപാലിനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും സംഘടിതമായ ആക്രമണം നടന്നിരുന്നു. ഇക്കാര്യത്തിൽ പാർട്ടി അന്വേഷണം വേണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ അവസാന നിമിഷവും മുസ്ലിം ലീഗിനോട് അഭിപ്രായം തേടിയാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ലീഗ് തീരുമാനത്തിൽ മാറ്റമുണ്ടോ എന്ന് ഖാർഗെ ചോദിച്ചു. എന്നാൽ ഒരു മാറ്റവുമില്ല എന്ന് ലീഗ് വ്യക്തമാക്കുകയായിരുന്നു. ഇതോടെയാണ് തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വി.ഡി. സതീശൻ ആണ് മുഖ്യമന്ത്രിയാവുക എന്ന് ഹൈക്കമാൻഡ് ലീഗിനെ അറിയിക്കുകയായിരുന്നു. ഖാർഗെ സാദിഖ് അലി തങ്ങളുമായും കുഞ്ഞാലിക്കുട്ടിയുമായും സംസാരിച്ചു. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചകൾക്ക് വിരാമമായത്. പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ദില്ലിയിൽ എ.ഐ.സി.സി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. എ.ഐ.സി.സി നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുഗൾ വാസനിക്, അജയ് മക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് നേടിയ വൻ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റി നടന്ന ചർച്ചകൾക്കും നേതൃത്വ തർക്കങ്ങൾക്കും ഒടുവിൽ ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനമെത്തിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചയായിരുന്നത്. 11 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ചർച്ചകൾക്ക് വിരാമമിട്ട് ഹൈക്കമാൻഡ് സതീശന്റെ പേരിൽ മുദ്ര വെച്ചിരിക്കുന്നത്. എന്തായാലും കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവയുടെ പേരുകൾ അവസാനഘട്ട ചർച്ചകളിൽ സജീവമായിരുന്നു എങ്കിലും തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ മുഖമായിരുന്നു മുന്നിൽ നിന്നതും എൽ.ഡി.എഫിനെതിരെ ശക്തമായ പ്രചരണം നയിച്ചതും സതീശന് അനുകൂലമായ പ്രധാന ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ തലസ്ഥാനത്ത് അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷം ആരംഭിച്ചിരുന്നു. അതേസമയം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നാണ് വിവരം. മുസ്ലിം ലീഗിന് നിർണായകമായ വകുപ്പുകൾ ലഭിക്കുമെന്നാണ് സൂചന.